നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. മറ്റൊരാളെപ്പോലെ ആകാൻ വേണ്ടി സ്വന്തം കഴിവുകൾ മറന്നുപോയ ഒരു കാക്കയുടെ കഥ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ കഥയിലൂടെ വിജയത്തെയും പരാജയത്തെയും കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടൊരു പാഠം പഠിക്കാൻ പോവുകയാണ്. ഈ വാചകം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് പരിശ്രമിക്കും, പക്ഷേ എന്തുകൊണ്ടോ വിജയിക്കില്ല. ഒരുപക്ഷെ നമ്മൾ പോകുന്ന വഴി തെറ്റായതുകൊണ്ടാവാം. അപ്പോൾ ഈയൊരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം, അല്ലേ? നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു കാക്കയിൽ നിന്നാണ്. കാണാനൊക്കെ നല്ല മിടുക്കനാണ്, കറുത്ത് തിളങ്ങുന്ന നല്ല ഭംഗിയുള്ള തൂവലൊക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സങ്കടം, ഒരു അസംതൃപ്തിയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു അരയന്നത്തെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു. എന്തുകൊണ്ടാണ് അരയന്നത്തിന് ഇത്ര ഭംഗിയുള്ള വെളുത്ത തൂവലുകൾ? എൻ്റേതെന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? ഇവിടെ നിന്നാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കാക്ക സ്വന്തമായങ്ങ് കണ്ടെത്തി. നോക്കൂ, കാക്കയുടെ ചിന്ത പോയ വഴി കണ്ടോ? അരയന്നം വെള്ളത്തിലാ ജീവിക്കുന്നത്, വെള്ളത്തിൽ നിന്നാ ഭക്ഷണം കഴിക്കുന്നത്, ദിവസം മുഴുവൻ വെള്ളത്തിൽ തന്നെ. അപ്പോൾ ഉറപ്പിച്ചു, ഈ വെള്ളം തന്നെയാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. വളരെ ലളിതമായൊരു നിഗമനം, പക്ഷേ പൂർണ്ണമായും തെറ്റായൊരു നിഗമനം. അങ്ങനെ ആ തെറ്റായ നിഗമനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കാക്ക അരയന്നത്തെപ്പോലെ ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ അനുകരണത്തിന് കൊടുക്കേണ്ടി വന്ന വില അത് വളരെ വലുതായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ആകാശത്ത് സ്വാതന്ത്ര്യത്തോടെ പറന്നു നടന്ന കാക്ക ആദ്യം ചെയ്തത് മരത്തിലെ തന്റെ കൂട് ഉപേക്ഷിക്കുകയാണ്. പിന്നെ തനിക്ക് ശീലമുള്ള ഭക്ഷണം നിർത്തിയിട്ട് ദഹിക്കാത്ത എന്തൊക്കെയോ ജലസസ്യങ്ങൾ കഴിക്കാൻ തുടങ്ങി. അവസാനം ആ തണുത്ത വെള്ളത്തിൽ മണിക്കൂറുകളോളം അനങ്ങാതെ നിന്നു. എന്തിനാ? തൂവലുകൾ വെളുക്കാൻ വേണ്ടി. ശരിക്കും സ്വന്തം പ്രകൃതത്തെ തന്നെ അത് മറന്നുകളയുകയായിരുന്നു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഒരു മാറ്റവുമുണ്ടായില്ല. അതിന്റെ കറുത്ത തൂവലുകൾ പഴയതുപോലെ തന്നെയിരുന്നു. കഠിനാധ്വാനം മുഴുവൻ വെറുതെയായി. ആ ഫലമില്ലാത്ത പരിശ്രമം അതിനെ പതിയെ പതിയെ തളർത്താൻ തുടങ്ങി. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കാക്കയുടെ അവസ്ഥ എത്ര മോശമായെന്ന്. ഏറ്റവും കൂടുതൽ ബാധിച്ചത് അതിന്റെ ശരീരത്തെയാണ്. 40% ബലം നഷ്ടപ്പെട്ടു. പിന്നാലെ ഊർജവും ശക്തിയുമെല്ലാം പോയി. ആ വെളുത്ത തൂവലിനു വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തം ജീവൻ തന്നെ അത് ഇല്ലാതാക്കുകയായിരുന്നു. അങ്ങനെ ആ കഥയുടെ അവസാനം വളരെ സങ്കടകരമായിരുന്നു. അരയന്നമാകാൻ ശ്രമിച്ചിട്ട് അവസാനം ഒരു കാക്കയായി ജീവിക്കാനുള്ള ശക്തി പോലും അതിന് നഷ്ടപ്പെട്ടു. അപ്പോ കഥ കഴിഞ്ഞു. ഇനി നമുക്കിതിലെ പാഠത്തിലേക്ക് വരാം. ഈ കാക്കയുടെ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? ഇതൊരു വെറും പക്ഷിയുടെ കഥയായിട്ട് കാണരുത്. പുറമേയുള്ള കാഴ്ചകളെയും യഥാർത്ഥ കഴിവിനെയും കുറിച്ചുള്ള വലിയൊരു പാഠം ഇതിലുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം. കാക്ക കണ്ടത് അരയന്നത്തിന്റെ വെളുത്ത തൂവലുകൾ മാത്രമാണ്, അതായത് പുറമേയുള്ള രൂപം. എന്നാൽ അതിന് കാണാൻ കഴിയാതെ പോയ ഒരു കാര്യമുണ്ട്. അതാണ് ആഴത്തിലുള്ള രൂപകൽപ്പന, അതായത് വിവേകം, അച്ചടക്കം, തന്ത്രം. ഇങ്ങനെയുള്ള നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ഈ താരതമ്യം നോക്കിയാൽ സംഭവം കുറച്ചുകൂടി വ്യക്തമാകും. നമ്മളിൽ പലരും ഒരാളുടെ വിജയത്തെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റ് ഇതാണ്. നമ്മൾ അവരുടെ ദിനചര്യ, ശൈലി, ശീലങ്ങൾ ഇതൊക്കെ പകർത്താൻ ശ്രമിക്കും. പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വിവേകമോ അച്ചടക്കമോ തന്ത്രങ്ങളോ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. ഇതൊരു നല്ല ഉദാഹരണമാണല്ലേ? വിജയിച്ച പലരും പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെന്ന് കേട്ട് നമ്മളും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ വെറുതെ എഴുന്നേറ്റിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആ സമയം എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥ വിജയം. അപ്പോൾ ഈ കഥ നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്. മറ്റുള്ളവരെ ആരാധിക്കുന്നതിലോ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നതിലോ ഒരു തെറ്റുമില്ല. പക്ഷേ ആ ആരാധന ഒരിക്കലും നമ്മുടെ സ്വന്തം കഴിവുകളെയും വ്യക്തിത്വത്തെയും ഇല്ലാതാക്കുന്ന ഒന്നായി മാറരുത്. നമ്മുടെ കാക്ക എന്തൊക്കെ കഴിവുകളാണ് വേണ്ടെന്ന് വെച്ചത് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ശക്തമായ ചിറകുകൾ, ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ബുദ്ധി, ആകാശത്ത് യഥേഷ്ടം പറന്നു നടക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അത് ആർക്കോ വേണ്ടിയോ എന്തിനോ വേണ്ടിയോ വെള്ളത്തിൽ പോയി നിന്നത്. എത്ര വലിയ നഷ്ടം! ശരി, ഈ പാഠം വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമല്ല ബിസിനസ് ലോകത്തും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയും ഇതേപോലുള്ള തെറ്റുകൾ ഒരുപാട് കമ്പനികൾ ആവർത്തിക്കാറുണ്ട്. ബിസിനസ് ലോകത്തും ഇങ്ങനെയുള്ള കാക്കകൾ ഒരുപാടുണ്ട്. തങ്ങളുടെ എതിരാളികൾ വിജയിക്കുന്നത് കാണുമ്പോൾ അവരുടെ പുറമേയുള്ള കാര്യങ്ങൾ അതുപോലെ പകർത്താൻ ശ്രമിക്കും. അവരുടെ വിലനിർണ്ണയം, അവരുടെ പരസ്യത്തിന്റെ രീതി, അവരുടെ വെബ്സൈറ്റിന്റെ ഡിസൈൻ, അങ്ങനെ പലതും. പക്ഷേ യഥാർത്ഥത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അതൊന്നുമല്ല. ആ ബിസിനസ്സിന്റെ അടിസ്ഥാനമെന്താണ്? അവരുടെ ബിസിനസ് മോഡൽ, അവർ ലക്ഷ്യം വയ്ക്കുന്ന വിപണി, അവരുടെ ടീമിന്റെ കഴിവുകൾ, അവർ തീരുമാനങ്ങളെടുക്കുന്ന രീതി. ഈ ആഴത്തിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്.
അതറിയാതെ പുറമേയുള്ളത് മാത്രം കോപ്പി അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു കമ്പനിക്ക് വിജയം നൽകിയ അതേ തന്ത്രം മറ്റൊരു കമ്പനിക്ക് ചേരണമെന്നില്ല. കാരണം ഓരോ കമ്പനിയുടെയും അടിസ്ഥാന വ്യത്യാസമാണ്. നമുക്ക് ചേരാത്ത ഒന്നിനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് കൂടുതൽ സമ്മർദ്ദം തരുമെന്നല്ലാതെ ഒരു ശക്തിയും തരില്ല. അങ്ങനെ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഈ കഥയിൽ നിന്നും വിശകലനത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. നമുക്ക് വീണ്ടും ആ കാക്കയുടെ അടുത്തേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ അതിന് വെളുത്ത തൂവനിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. അതിന് വേണ്ടത് ഒരൊറ്റ കാര്യമായിരുന്നു: തനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം. മറ്റൊരാളാകാൻ ശ്രമിക്കുന്നതിലല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി അതിൽ വളരുന്നതിലാണ് യഥാർത്ഥ വിജയം. അപ്പോൾ പോകുന്നതിനു മുന്നേ നിങ്ങൾക്കായി ഒരു ചോദ്യം. നമ്മുടെ ജീവിതത്തിലായാലും ജോലിയിലായാലും നമ്മൾ മറ്റൊരാളെപ്പോലെ ആകാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? നമ്മുടെ ആത്മവിശ്വാസമാണോ, നമ്മുടെ സ്വന്തം ശൈലിയാണോ, അതോ നമ്മുടെ മനസ്സമാധാനമാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.